കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 അങ്ങനെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ എത്തിയ ഒരു നിമിഷം. തീർച്ചയായിട്ടും അങ്ങനെ കേരളം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആർക്കാണ് വിധി എഴുതിയിരിക്കുന്നത്? ആർക്കാണ് അനുകൂലം? ആർക്കാണ് പ്രതികൂലം? ആര് ഭരണത്തിൽ വരും? അതോടൊപ്പം തന്നെ നിലവിലത്തെ സർക്കാരിന് തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഒരു പുതിയ ഭരണം വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ഇനിയും കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യം. അതായത് ഇനി വരാൻ പോകുന്ന റിസൾട്ടിൽ ആർക്ക് ചിരിക്കാം, ആർക്ക് കരയാമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും എന്ത് തരത്തിലുള്ള അട്ടിമറിയാണ് കേരളത്തിൽ പ്രവചിക്കുന്നത് എന്ന് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും കേരളം എന്ത് തരത്തിൽ വിധി എഴുതിയിരിക്കുന്നു, കേരളം ആർക്കൊപ്പം, എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സർവേ റിസൾട്ടുകൾ, വോട്ടർ സർവേ റിസൾട്ടുകൾ ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിൽ നിന്നുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ ഒരു ചിത്രം ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പുറത്തു വരുന്ന സർവേ പ്രകാരം UDF അനുകൂലമായിട്ടുള്ള ഒരു സർവേ റിസൾട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിൽ UDF സംബന്ധിച്ചിടത്തോളം UDF 70 മുകളിൽ സീറ്റുകൾ നേടുമെന്നുള്ള ഒരു കണക്കാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു വോട്ട് ശതമാനം 40%-ലധികമായിരിക്കുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതേസമയം LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം നഷ്ടപ്പെടുമെന്ന തരത്തിലും പറയുന്നു. അതായത് അവർക്ക് 60 സീറ്റിന് മുകളിൽ എന്നുള്ള തരത്തിലാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അത് വോട്ട് ശതമാനം നോക്കുമ്പോഴത്തേക്കും ഏകദേശം UDF തൊട്ടടുത്തെത്തി നിൽക്കുന്ന വോട്ട് ശതമാനം തന്നെ, അതും 39%-ലധികം വോട്ടുകളാണ് LDF പറയുന്നത്. 39-40% എന്നുള്ള കണക്കാണ് LDF കൊടുത്തിരിക്കുന്നത്. ഇനി NDA വരുമ്പോഴത്തേക്കും NDAക്ക് കൊടുത്തിരിക്കുന്നത് 1 മുതൽ 5 സീറ്റുകൾ വരെയാണ് NDAക്ക് കൊടുത്തിരിക്കുന്ന ഒരു സീറ്റ് കണക്കെന്ന് പറയുന്നത്. അവരുടെ വോട്ട് ശതമാനം 18% മുതൽ 20% വരെ എന്നുള്ള കണക്കാണ് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് UDF ഭരണമെന്ന് പറയുന്നു, LDF ഭരണം നഷ്ടമാകുമെന്ന് പറയുന്നു, BJPക്ക് സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഒരു വലിയ തരംഗം എന്ന് പറയാൻ സാധിക്കത്തില്ല എന്ന് ഈ സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതായത് UDF പ്രതീക്ഷ വയ്ക്കുന്ന ഒരു 100 സീറ്റ് എന്നുള്ള കണക്ക് ഈ സർവേയും പറയുന്നില്ല. അതായത് 70 മുകളിൽ ഒരു 80-നകം എന്നുള്ള കണക്കാണ്. 70, 75, 80-നുള്ളിൽ എന്നുള്ള കണക്ക് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ LDF തന്നെയും 60 മുകളിൽ സീറ്റുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. BJPക്ക് ആയാൽ പോലും സീറ്റുകൾ പറയുന്നു, 1 മുതൽ 5 സീറ്റുകൾ വരെ BJPക്കും പറയുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഒരു വലിയ തരംഗം എന്തായാലും സർവേ റിസൾട്ടിൽ പറയുന്നില്ല എങ്കിൽ പോലും ഈ ഒരു തരത്തിൽ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് UDF എന്നുള്ളതാണ് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ ഒരു മുൻതൂക്കം UDF, അതുകൊണ്ട് തന്നെയും UDF ഭരണത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. ഇനി അതല്ല, സർവേ റിസൾട്ടുകളെ വെല്ലുന്ന തരത്തിൽ ഈ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറി ഒരു തൂക്കുസഭയിലേക്കാണോ? കാരണം ഈ ഒരു സർവേ റിസൾട്ട് നോക്കുമ്പോൾ തന്നെയും ഒരു ടൈറ്റ് ഫൈറ്റ് ആകുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. ആ ഒരു തരത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് മാറി ഒരു ത്രികോണ പോരാട്ടമായിട്ട് മാറുന്ന സ്ഥലങ്ങൾ നിരവധി കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതല്ല, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിൽ UDF ഈ ഒരു ഭരണം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ പുറത്തു വന്ന സർവേ റിസൾട്ടുകൾ പ്രകാരം UDF 70 മുകളിൽ സീറ്റുകളും LDF 60 മുകളിൽ സീറ്റുകളും BJPക്ക് 1 മുതൽ 5 സീറ്റുകൾ എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ മാറുമോ? അത്
വളരെ വലിയ തോതിലുള്ള ഒരു കംഫർട്ടബിൾ വിന്നായിട്ട് ഈ പറയുന്ന UDFന് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തില്ലേ? അതല്ല സർവേ റിസൾട്ടുകളെ മാറ്റിമറിക്കുന്ന തരത്തിലോട്ട് UDF പ്രതീക്ഷിക്കുന്ന കണക്ക് സെഞ്ചുറിയിലേക്ക് അടുക്കുന്ന കണക്കുള്ള ഒരു വിജയം നേടാനായിട്ട് കേരളത്തിൽ നിലവിൽ സാധിക്കുമോ UDFന് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ UDFന് ആശ്വസിക്കാം. അതായത് ഒരു മുൻതൂക്കം UDFന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഭരണത്തിൽ വരാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് പറയുന്നത്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. BJPക്കായാലും ആശ്വസിക്കാനായിട്ടുള്ള വകയാണ് ഈ സർവേ റിസൾട്ട് നൽകിയിരിക്കുന്നതെന്ന് പറയുന്ന സീറ്റുകൾ ഉറപ്പിക്കാൻ പാകത്തിന് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നും സർവേ റിസൾട്ട് പറയുന്നു. എന്തായാലും സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ? അതല്ല ജനവിധി, യഥാർത്ഥ ജനവിധി നമ്മൾ ഇനി അറിയാൻ പോകുമ്പോഴത്തേക്കും അത് ഏത് തരത്തിലായിരിക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തോതിലുള്ള ട്വിസ്റ്റുകൾ എന്തായിരിക്കും? കേരളത്തിൽ വീണ്ടും ഒരു തുടർ ഭരണമോ അതല്ല ഒരു അട്ടിമറി മുന്നേറ്റം UDFന് നടത്താൻ സാധിച്ച് ആ ഒരു തരത്തിൽ വീണ്ടും ഒരു ഭരണ തുടർച്ച നൽകാതെ ഒരു അട്ടിമറി നേട്ടത്തിലൂടെ 2 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന UDFന് ഭരണത്തിലെത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഇനി BJP പ്രധാന കക്ഷിയാവുന്ന തരത്തിലോട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് കുറച്ചധികം സീറ്റുകൾ നേടിക്കൊണ്ട് കേരളത്തിൽ മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന ആ ഒരു തരത്തിലേക്ക് BJP മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെയാണ് സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നത്. ആ സർവേ റിസൾട്ടുകൾ വച്ച് തന്നെ പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും അതിൽ UDFന് ഒരു മുൻതൂക്കം കൊടുക്കുന്നു. LDF തൊട്ടുപിന്നിൽ, അതായത് ഒരു പൂർണ്ണ തകർച്ച പറയുന്നില്ല സർവേ റിസൾട്ടിൽ. അതോടൊപ്പം തന്നെ അവർ 60-ന് മുകളിൽ സീറ്റുകൾ പറയുന്നുമുണ്ട്. BJPക്കും 1-ൽ നിന്നും 5 സീറ്റുകൾ വരെയും പറയുന്നുണ്ട്. UDFന് 70-ന് മുകളിൽ സീറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, എന്താണ് അട്ടിമറികൾ, അതിൽ ആർക്ക് അനുകൂല ഘടകമായി കാര്യങ്ങൾ മാറും, ആർക്ക് പ്രതികൂല ഘടകമായി കാര്യങ്ങൾ മാറും, BJP നേട്ടമുണ്ടാക്കുമോ, UDF നേട്ടമുണ്ടാക്കുമോ, അതല്ല LDF വീണ്ടും നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷം ഇനി റിസൾട്ട് വരുന്ന അന്ന് കണ്ട് തന്നെ അറിയേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.